നേപ്പാളി ഫാം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പം ഋഷികേശിൽ നിന്ന് ഇവിടെ നിന്നാണ് ബസ്സുള്ളത്. നമ്മൾ നേരെ ഡൽഹിയിലേക്ക് ഇട്ട് പോകും. അപ്പം എല്ലാവർക്കും വീണ്ടും ഗുഡ് മോർണിംഗ് ഫ്രം ഋഷികേശ്. നമ്മൾ രാവിലെ ഒന്ന് സ്റ്റോൾ ഇടാൻ പോവാണ്. രാത്രി ഇട്ട് നമുക്ക് പാളി പോയ എന്തെല്ലാം കാഴ്ചക്കുന്നത് കണ്ടല്ലോ. അപ്പം എന്നും കൂടി നമ്മൾ നോക്കും എന്താ അവിടെ അവസ്ഥ എന്ന്. അപ്പോൾ അടിപൊളി നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മളിങ്ങനെ ഗാർഡിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അടിപൊളി. വാട്ട് ആർ വി ഗോയിങ് ടു ഡു നൗ? നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം. ഇപ്പോൾ are going to meet Raghav probably, whose birthday was yesterday. Yes. And we prepared some little gift for him. Yeah. What is it? Give it to him. It's a 7 chakra bracelet. അതെ കേട്ടില്ലേ, നമ്മുടെ പ്രൊഡക്റ്റിൽ വെച്ചിട്ട് ഏറ്റവും വില കൂടിയ സാധനമാണ്. പക്ഷെ ആ വിലനെ കൊണ്ടൊന്നും അവളെ അളക്കാൻ പറ്റില്ല, അത്രയും സ്നേഹമായിരുന്നു. ഇന്നലെ പിസ്സ കൊണ്ടെത്തുന്നതും നമ്മളെ ഫസ്റ്റ് പോസ്റ്റ് കാർഡ് വാങ്ങിയതും പിന്നെ ടെന്റ് നമുക്ക് ഗിഫ്റ്റ് തന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ആൾക്ക് ഒരു ക്വാളിറ്റി. എന്താ പറയുക, നമ്മുടെ മനസ്സ് വല്ലാണ്ട് പിടിച്ചെടുത്തെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം, എന്നിട്ട് നമുക്ക് നമ്മുടെ സ്റ്റോൾ എവിടെയെങ്കിലും സെറ്റ് ചെയ്യണം. क्या भैया? अरे ना मेरी ना फोटो प्लीज प्लीज. अच्छा നോക്കിയേ. There's this fellow traveler bhaiya here. He works at the cafe and he travels around. And he talked to us a bit ago and he just bought us some chai. അടിപൊളി പരകില്ല നീല ആളാട്ടോ നമുക്ക് ചായ കൊണ്ടെത്തന്ന്. നല്ല അടിപൊളി മനുഷ്യൻ. കണ്ടില്ലേ, ഇതിൻ്റെ നേരെ മുന്നിലാട്ടോ നമ്മൾ സ്റ്റോളിട്ട്. ഇത്രയും അടിപൊളി വ്യൂ ആണ്. ഇവിടെ കണ്ടില്ലേ, നേരെ മുന്നിലാണ് നമ്മളുടെ സ്റ്റോള്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഗംഗയുടെ നല്ല കിടിലം വ്യൂ. ആഹാ, നല്ല ഘാട്ടത്തെ വ്യൂ ആട്ടോ. കൊള്ളാം. ഒരുപാട് പേര് ഇവിടെ ചില്ല് ചെയ്യാനും വൈകുന്നേരം ഇതേമാതിരി കയാക്കിങ്ങും റാഫ്റ്റിങ്ങും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നമുക്ക് ഇന്ന് അങ്ങനെ കാണാൻ പറ്റും. നല്ല ഈവനിങ് എന്ന് പറഞ്ഞാൽ നല്ല വാമിങ് ആയിട്ടുള്ള കാഴ്ചകളാണ്. പിന്നെ വെയിലിപ്പോൾ പോയിട്ടുണ്ട്, ഇതുവരെ നല്ല കിടിലം വെയിലായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ ഋഷികേശിലെ ലാസ്റ്റത്തെ സ്റ്റോളാണ്. നമ്മൾ ഇനിയിപ്പം ഋഷികേശിൽ നമ്മൾ സ്റ്റോൾ ഇടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഒന്നാമത്. പിന്നെ ആളുകളൊന്നും തണുപ്പുകൊണ്ടാണോ എന്താണെന്നും അറിയില്ല. നമുക്ക് ഇവിടെ ഋഷികേശിൽ വളരെ ബാഡ് എക്സ്പീരിയൻസ് ആണ്. ഇന്ന് നമ്മളിപ്പോൾ ഒരു 3-4 മണിക്കൂർ ഇവിടെ ഇരിക്കുന്നു. ആകെ ഒരു സെയിലായത് കറക്റ്റ് പറയുകയാണെങ്കിൽ 120 റുപ്പീസിൻ്റെ സെയിലാണ് ആകെ ആയത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് വേറെ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ നാളെയും മറ്റന്നാളൊക്കെ നമ്മളിവിടെ ഉണ്ടാവും. പക്ഷേ സ്റ്റോൾ നമ്മൾ ഇന്നായിരിക്കും ലാസ്റ്റ്, നാളെ ഫുൾ എക്സ്പ്ലോറാണ്. അങ്ങനെ അപ്പം ആ ഒരു കാര്യം അറിയിക്കണം എന്ന് തോന്നി. പിന്നെ ജോലി അവിടെ ഉണ്ട്, അത് കണ്ടു സേ. It's cold. We're waiting here for more than 3.5 hours and yeah, we have a lot of competition and we do get a lot of appreciation from people, but still like it's not working, so we are going to explore Rishikesh. Yeah. So we've been sitting watching Yeah. So now too. Yeah, we don't have that much luggage today. Yeah. We have some handmade products, so we can with all of that. store. Yes. So wherever we go, we put up the stall. Main cities. Yeah. I'll hand them on to you. You can have right, okay. Okay. And then behind it, I've designed them. So there is the location. If you flip them, there's a location here and a little a bit So about you can use it as a postcard. Yes. That's clever. People do still actually write. We don't all use mobile phones. I write letters to my friends. I like that one. Yes, and all the fruit. അടിപൊളി കേട്ടോ. ഇവര് നമ്മുടെ ഓർമ്മക്ക് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുകയാണ് നമ്മുടെ പോസ്റ്റ് കാർഡിൽ. What do you call this? This is a biro. Okay. You could call it a ballpoint pen, but we all call it a biro. Biro. That's the new word I learned.
Bye bye. Have a wonderful journey. Oh, such a cute people. We met them yesterday, right? No, the day we. Day before yesterday. The day we arrived. അടിപൊളി. അപ്പൊ അവര് നമ്മള് അപ്രതീക്ഷിതമായിട്ട് വീണ്ടും കണ്ടു. We were just going to wrap up when they came and everything became so nice and happy, jolly. We were kind of sad that nothing happened. But just talking to them was like just love. നമ്മുടെ മൂഡ് ഒന്ന് ലൈറ്റ് ആക്കിട്ടോ. ലൈറ്റ് അപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ മാതിരിയാണ്. അടിപൊളി. നമുക്ക് ഇനിയിപ്പം മണക്കാല ട്രാപ്പ് അപ്പ് റൈറ്റ്. ഒരു മിനിറ്റ്, ഒരു കുഞ്ഞു കാര്യം പറയാനുണ്ട്. ഞങ്ങളെ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ് വിറ്റ് 6 ലക്ഷം സമ്പാദിച്ചാണ് ഇന്ത്യയിൽ നിന്നും സിംഗപ്പൂർ വരെ ഞങ്ങൾ സൈക്കിൾ ചവിട്ടി പോകാൻ പോകുന്നത്. ഒരു 500 കലണ്ടർ ചലഞ്ച് ഞങ്ങൾ റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കലണ്ടറിൽ കൊടുത്തിട്ടുള്ളത് 6 വർഷം ഇന്ത്യയിലും നേപ്പാളിലും യാത്ര ചെയ്തപ്പോൾ ഞാൻ പകർത്തിയ ചിത്രങ്ങളാണ്. ഈ 500 കലണ്ടറുകൾ വിറ്റാലാണ് നമുക്ക് ഇന്ത്യ ടു സിംഗപ്പൂർ റൈഡിന് വേണ്ടിയുള്ള പുതിയ സൈക്കിൾ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ റൈഡ് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കലണ്ടർ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്നാ പിന്നെ നിങ്ങൾ ബാക്കി വീഡിയോ എൻജോയ് ചെയ്തോളൂ. അപ്പൊ കണ്ടില്ലേ, നമ്മുടെ സ്റ്റോൾ ഇവിടെ പൂട്ടിയതും ഇവര് നമ്മളെ ചായ കുടിക്കാൻ വേണ്ടി ക്ഷണിച്ചതാണ്. ഹായ്, നമസ്തേ. ടെൽ യുവർ നെയിംസ്. Shadwali, Dr. Shadwali. Ankur. Nice. അടിപൊളി. അപ്പൊ നമ്മൾ ഗംഗന്റെ മുന്നിലിരുന്ന് നല്ല അടിപൊളി ചായ കുടിച്ചുകൊണ്ട് നിൽക്കാണ്. നമ്മുടെ സ്റ്റോളിന്റെ ശേഷം ഇറ്റ്സ് ഗെറ്റിംഗ് കോൾഡ്, റൈറ്റ്? Yes. When compared to the daytime it is. Stay safe on the way. കണ്ടില്ലേ, ഇതേ വ്യൂ കണ്ടിട്ടാണ് നമ്മൾ കഴിക്കുന്നത്, ചായ കുടിക്കുന്നത്. ഭയങ്കര ഒരു പീസ് ആയിട്ടുള്ള സ്ഥലം കേട്ടോ. നോക്കി പട്ടി കിടന്നിട്ട് ഇതെന്തിനാ അങ്ങനെ ഇത് നോക്ക്, ഇങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട്. ഇത് എന്ത് പട്ടിയാ അത് നോക്കിയ. ഞാനിതാ ഇപ്പൊ കഴിഞ്ഞു. നോക്ക്, ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടോ. ഇപ്പൊ നോക്ക്, അറിഞ്ഞു കഴിഞ്ഞ എന്തേ ചത്ത ഇതൊക്കെ നോക്കിയ. ഇല്ലടാ, ചെയ്യൂല മസാജില്ല. 1 2 3. നമ്മൾ കണ്ടില്ലേ, ഈ ഘാട്ടിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ നടക്കാട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പല തരത്തിലുള്ള ആളുകളാട്ടോ. എല്ലാവരും ചില്ല് ചെയ്യുന്ന ആൾക്കാരുണ്ട്, മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇവിടുത്തെ വൈകുന്നേരത്തെ ആരതി കാണാൻ വന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാം. അപ്പോൾ ഈവനിങ് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലം കേട്ടോ. അത് നിങ്ങൾക്ക് ഇവിടെ നിന്നാൽ തന്നെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത്രയും ശാന്തി ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്ര അടിപൊളി ഒരു സ്ഥലത്ത്. പുറത്തത്തെ ഒരു സൗണ്ട് ഇല്ല, ഒരു സംഭവവും ഇല്ല. ഇത് കണ്ടില്ലേ, കുഞ്ഞ് സ്വാമിമാർ ഇവിടെ വന്നിട്ട് ഇവിടെ ഗംഗ ആരത്തി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഇവരിവിടെ ഉള്ളത്. നമുക്ക് ആരത്തിൻ്റെ ഫുള്ള് കാഴ്ചകൾ കാണാം. ഇവിടെ ഈ കാട്ടിൽ ആരത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ തീ കാണുന്നില്ലേ? ഇവിടെ ഇവരിപ്പോഴും കുറച്ച് സമയം കഴിയുന്നുണ്ട് ഇവിടെ തുടങ്ങാൻ വേണ്ടിയിട്ട്. വിളക്കൊക്കെ ഇവിടെ വെച്ച് റെഡിയായി നിൽക്കുകയാണ്. കണ്ടില്ല, ആരതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ട് എല്ലാവരും അതിൻ്റെതായ അനുഗ്രഹങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോഴും ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ ആരതി. ഇവിടെ എല്ലാവർക്കും ചെയ്യാം കേട്ടോ. ആര് വന്നാലും അവർക്ക് ഇവിടെ പൂജ ചെയ്യുക. അവരുടെ എല്ലാവരുടെ കൈമേലും കൊടുക്കുന്നതായിരിക്കും ഈ വിളക്ക്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ രാഘവ് ഭയ്യ നമ്മൾ ഇന്നും ഇവിടെ കണ്ടിട്ടുണ്ട്.
അപ്പൊ കണ്ടില്ലേ ആളുടെ നല്ല കിടിലൻ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. So how long you're selling these things? It looks so good. More than 1 year. Great. Can you tell me the location? Like exact. If someone. Lower Balaknath Road near Anna's Mess. Ha. ഓക്കെ, നിയർ അണ്ണാസ് മെസ്. അപ്പം ഈ വഴിക്ക് വരുന്ന എല്ലാവർക്കും കാണാം നല്ല കിടിലൻ പോസ്റ്റ് കാർഡ്സും എല്ലാ സംഭവങ്ങളും ഉണ്ട്, പോസ്റ്റേഴ്സും. നമ്മുടെ ഋഷികേഷിന്റെ എന്താ പറയുക ഒരു പാട്ട് ഇവരുടെ എല്ലാ സംഭവത്തിനും ഉണ്ട്. ആളുടെ വൈഫ് തന്നെയാണ് എല്ലാ സാധനവും ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എവിടെ കണ്ടില്ല അനുഷ്ക പോസ്റ്റേഴ്സ് നിങ്ങൾക്ക് കാണാം, അടിപൊളി. അപ്പോൾ നിങ്ങൾ കാണുകയാണെങ്കിൽ രാഘവ് ഭയ്യനോടൊരു ഹായ് പറഞ്ഞേക്കണം എവിടെ വന്നു കഴിഞ്ഞാൽ. ബൈ, വിൽ മിസ് യു. ബൈ, വിൽ മിസ് യു. ഇവിടുത്തെ കല്യാണത്തിന്റെ ബറാത്ത് അല്ലെങ്കിൽ പുതുക്കെന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ് കേട്ടോ. ഓയ്യോ അടിപൊളി, ഫുൾ വിമൻ പവർ ഗൈസ്, അടിപൊളി. അയ്യോ ആദ്യമായിട്ട് ഞാൻ ഇത്രയും പെണ്ണുങ്ങള് മൊത്തം ഫുൾ വൈബില് വരുന്നത് നോക്കിയേ. വാവ്, ഫുള്ള് റോഡിലാണ് മക്കളെ. നോക്കിയ അവിടെ വരൻ കുതിരപ്പുറത്ത് വരുന്നുണ്ട്, കണ്ടില്ല? കുതിരപ്പുറത്ത് നോട്ടുമാലൊക്കെ ഇട്ട് വരുന്നത്. So good, right? നോക്കിയേ. ഹലോ. ഓ പടക്കുന്ന പൊട്ടിക്കുന്ന നടുന്നു. Mid of the road പട്ടാക്ക. റോഡിന് നടുവിലാണ് വാണം വിടുന്നത്. ഗൈസ്, ഉത്തരാഖണ്ഡ്. നിങ്ങൾ ഇങ്ങനെ ഒരു കല്യാണം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? റോഡിന്റെ നടുന്നു. ആഘോഷാണ്. അപ്പൊ നമ്മൾ രാഘവ് ഭായിക്ക് നമ്മുടെ ഗിഫ്റ്റ് കൊടുത്തിട്ട് മൂപ്പർക്ക് ഒരുപാട് സന്തോഷമായി. കാരണം നമുക്കും ആ ഒരു കണക്ഷൻ കിട്ടിയ ഒരാളായിരുന്നു മൂപ്പര്. കാരണം എവിടുന്ന് ഒരാൾ വന്ന് മൂപ്പരും ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് കാർഡ്സും ഇതിന്റെ ബിസിനസ് സെയിം സംഭവം തന്നെ നമ്മൾ ചെയ്യണം. എന്നിട്ടും നമ്മളെ കയ്യിൽ നിന്നും പോസ്റ്റ് കാർഡ്സ് 6-7 എണ്ണം വാങ്ങി. അപ്പൊ നോക്കിയേ, നമ്മുടെ സെയിം ഫീൽഡിലായിട്ടും ആ ഒരു ട്രാവലറോട് വന്നിട്ട് സംസാരിക്കാനും അവരുടെ എക്സ്പീരിയൻസ് അറിയാനും അടിപൊളി. അത് മാത്രമല്ല അവരെ ബർത്ത്ഡേക്ക് നമുക്ക് പിസ്സയും കൊണ്ടേ തന്നു. പിന്നെന്താണ് മറ്റേ ടെന്റും, നമുക്കൊരു ടെന്റ് മൂപ്പര് തന്നില്ലേ. അപ്പം ഇത്രയും മനസ്സുകൊണ്ട് ഇത്രയും നല്ലതായ ഒരാളെ നമുക്ക് കിട്ടിയത് തന്നെ വലിയ കാര്യം ഇവിടെ ഋഷികേഷ്. അപ്പൊ നിങ്ങളൊക്കെ വരാണെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ ആ മൂപ്പര് പറഞ്ഞ അഡ്രസ്സിലാണ് സംഭവം ഉള്ളത്. റോഡ് സൈഡിൽ നമ്മൾ കണ്ടില്ലേ, ആ ഒരു റോഡ് സൈഡിൽ തന്നെയാണ് മൂപ്പര് പറഞ്ഞ ലൊക്കേഷനിൽ തന്നെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആ മൂപ്പരെ കാണാൻ പറ്റും. അടിപൊളി. നമ്മളെന്തായാലും നമ്മുടെ സാധനം മൂപ്പർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മളോട് ഒരുപാട് നല്ല കെട്ടിപ്പിടിച്ച് യാത്ര ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് തിരക്കിട്ട് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ ഇന്ന് ഒരാൾ യോഗ സെഷന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്, താഴത്തേക്ക്. അടിപൊളി, ആദ്യത്തെ യോഗ എക്സ്പീരിയൻസ് ആണ്. നമ്മളുടെ ലാസ്റ്റത്തെ ദിവസമാണ് ഇവിടെ ഋഷികേശിൽ. അപ്പോൾ അടിപൊളി. നമ്മുടെ സുന്ദർലി, നമ്മൾ അവൻ്റെ കൂടെ അവിടെ നിന്നത്. അപ്പം അവനിന്ന് രാവിലെ പോയി അവിടെ റൈഡേഴ്സ് മീറ്റ് ഉണ്ട്. അവനെന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ. കാരണം 75 ലാസ്റ്റ് 75 ഇൻഡിപെൻഡൻസ് ഡേക്ക് 75 ആൾക്കാരാണ് ഓൾ ഇന്ത്യയിൽ സെലക്ട് ചെയ്തത്. മീൻസ് 75 ദിവസം ഫുൾ സ്പോൺസേഡ്, പെട്രോളും സ്റ്റേയും വണ്ടി മാത്രം ഉണ്ടായാൽ മതി മൊത്തം. അപ്പം അങ്ങനെ ആ റൈഡിൽ സെലക്ട് ചെയ്തിട്ട് ഗവൺമെൻറ് ഫുൾ സ്പോൺസേഡ് ട്രിപ്പിനായിട്ട് സെലക്ട് ചെയ്ത ആളാണ് സുന്ദർ. അപ്പോൾ അവനെ നമ്മൾ ലാസ്റ്റ് ടൈം കണ്ടത് ലഡാക്കിൽ നിന്നാണ്, ആ റൈഡിൻ്റെ സമയത്ത്. അപ്പം അതിന് ശേഷം നമ്മൾ 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ നിന്നായിരുന്നു കണ്ടത്. അടിപൊളി. അവൻ്റെ റൂമിൽ തന്നെയായിരുന്നു സ്റ്റേയും കാര്യങ്ങളൊക്കെ.
സെറ്റാണ്, അടിപൊളി ചങ്ങായിയാണ്. അപ്പം സുന്ദർ യാത്ര എന്നാണ് അവൻ്റെ ഇൻസ്റ്റാഗ്രാം, നിങ്ങൾക്ക് നോക്കാം. ലേഡി ബേർഡിലൊക്കെ സൈക്കിളിൽ കേരള ടു ഐ തിങ്ക് കന്യാകുമാരി ടു കാശ്മീർ പോയ ആളാണ്. നമ്മൾ ബാക്കി കാര്യം അവനോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ പോവാണ്. പറഞ്ഞ മാതിരി യോഗ സെഷൻ ഇവിടുന്ന് ഒരു 900 മീറ്റർ ഉണ്ട് നമുക്ക് താഴത്തേക്ക് പോകാൻ. അപ്പം അവിടെ നമുക്ക് പോവാം, എന്നിട്ട് അതിൻ്റെ കാഴ്ചകളാണ്. ആർ യു എക്സൈറ്റഡ്? അവള് അതെ, നമ്മളൊരു 15 മിനിറ്റ് ലേറ്റ് ആയിപ്പോയി. കാരണം ഇവളാണ് യോഗ മറ്റേ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പം ഇന്നലെ നമ്മളെ സൈക്കിളും നമ്മളെ സ്റ്റോളൊക്കെ കണ്ടിട്ട് ആൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്തതാണ്. അടിപൊളി. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് പോയിട്ട് കാണാം. ഇതാണ് കേട്ടോ നമ്മളിന്ന് പങ്കെടുക്കാൻ പോകുന്ന യോഗ. ഫിഷ് ടോപ്പ് ഫ്ലോറിലാണ്. This is called happy child flow. Happy child pose. So you have to be happy by considering this. Just relax. Eight on the 10th side. Come back. Okay. Be careful. Check your comfort zone. Everyone has a different body zone. No need to stop it. You can keep it short also. No need to do like this. See? Direction depending on how you're trying to do it. Yes, you can do yoga. You're just trying to do the flexibility of this. Yeah, see. 2, 3. Our upper back. Come to the. Just relax. Relax for 10 seconds and then you can come back. Oh, sorry. You're from France? I'm Belgian, but I speak French. Say no because No. No. but I always now I go to the shop, she follow me. I have to take leash when I go far because they follow me. Yeah, me too. She said this morning we were together to make friends at 6:30 around Rishikesh. നമ്മൾ കണ്ടില്ലേ ഈ യോഗ സെഷൻ്റെ ശേഷം നമ്മളൊരു ചായ കുടിക്കാൻ എല്ലാവരും കൂടി ഇതാ വിപുൽ വൈ അവിടെ ഉണ്ട്. ആളായിരുന്നു നമ്മളെ ഇൻസ്ട്രക്ടർ. അടിപൊളി. കണ്ടില്ലേ നമ്മൾ ഗംഗയിൽ കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാട്ടോ. നമ്മുടെ യോഗ ഇൻസ്ട്രക്ടർ എല്ലാവരും ഇവിടെ ഉണ്ട്. കണ്ടില്ലേ എല്ലാവരും ഇവിടെ കേട്ടോ. ഏതാണ്ടില്ലേ ജോ എന്നതാ വെള്ളത്തിൽ ഇറക്കാൻ പോവാട്. കണ്ടില്ലേ ഈ പട്ടിക്കുട്ടൻ വേണം നിങ്ങൾക്ക് കാണിച്ചു തരും. എനിക്ക് കാണിച്ചു തരും. വെള്ളം കുടിക്കുന്നത് നല്ല കിടിലം തണുപ്പാട്ടോ. ഇവനാണ് എൻജോയ് ചെയ്യുന്നത്. ഇവരുടെ കൂടെ ഹോസ്റ്റലിൽ നിന്ന് വന്നാട്ടോ. തിരിച്ചു പോവാ അവരുടെ കൂടെ തന്നെ. ബൈ. ഇവരുടെ കൂടെ അങ്ങനെ തിരിച്ചു പോട്ടോ ഈ രണ്ടാൾക്കാരും. നമ്മൾ യോഗ ചെയ്തില്ല ആ ഹോസ്റ്റലിൽ നിന്ന് വരിക കേട്ടോ. പാവത്തിനത് ആ നമ്മുടെ വിപുൽ ബ്രോദാ എവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഹൗ ആർ യു ഫീലിംഗ്? കോൾഡ്. നല്ല തണുപ്പാണ്. ഇതാ ഇതോ എന്തായാലും ആദ്യം ഇറങ്ങുന്നില്ല, അപ്പൊ ഞാൻ തന്നെ ഇറങ്ങേണ്ടി വാങ്ങിച്ചാണ്. Much colder than last time. Oh, നമ്മൾ ലാസ്റ്റ് ഇറങ്ങിയില്ല അതിനെക്കാട്ടി തണുപ്പാട്ടോ. Lot of stones are. Don't go too far, okay?
അടിപൊളി. അവിടെ നീന്താൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ നീന്താൻ പറ്റുന്നത്. നമ്മുടെ ജോ തണുപ്പിൽ എത്ര നിൽക്കും നമുക്ക് നോക്കാം. ഇവിടെ കുടുങ്ങി കളിക്കാം അവള്. Come on, have the best experience of your life. Come on. Yeah. Come on. Yeah. Take one more. Go. Come on. One, two, three. Come on. That's it. Hey, come. And let's take a dip. One, 2, yeah. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരാണെങ്കിൽ നിർബന്ധമായിട്ടും ഇവിടെ വന്ന് മുങ്ങിയിരിക്കണം നിങ്ങൾ. അല്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടമാണ്. ഈ തണുപ്പത്ത് നിങ്ങൾക്ക് എന്തായാലും നാട്ടിലൊന്നും ഇത്ര തണുപ്പുള്ള വെള്ളം കിട്ടൂല. ഗ്ലേഷ്യർ ഉരുകി വരുന്ന വെള്ളമാണ്. അപ്പോൾ അടിപൊളി. നിങ്ങളൊക്കെ ഇവിടെ വന്ന് ഋഷികേശ് സെറ്റാണോ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി അടിപൊളി. അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. How was your experience? Huh? Best. Yeah. You been to this kind of river or anything? Never. So it's the first time. Yup. Great. What an experience. So like if someone want to visit Rishikesh, will you say yes to? Of course, just go for it. Hey. I was so scared, but now like after doing it again and again, I want to go. അടിപൊളി തണുക്കുന്നുണ്ട്. നല്ല തണുപ്പാണ്. തരില്ല വിറയ്ക്കുന്നത് നോക്കി. ഇനിയിപ്പം വെയിൽ കണ്ടില്ലേ, വെയിൽ ഏകദേശം പോവാനായോ. പോണതിൻ്റെ മുന്നേ നമുക്ക് ഇങ്ങോട്ട് പോകണം. അവിടെ എന്താ ഭയ്യ പോകുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകട്ടോ. Sorry, the camera is very shaky. Because the cameraman is shaky. धूप में चलो, he's also good. ആഹാ കണ്ടില്ലേ, സൂര്യൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ലാസ്റ്റത്തെ സൂര്യൻ്റെ ഒരു തുണ്ടാണ് നമ്മളിങ്ങനെ കിട്ടിക്കൊണ്ട് നിൽക്കുന്നത്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ ഇവിടെ ഇല്ല. പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ സോങ്ങൊക്കെ കേട്ട് ചില്ല് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ഇതിനെ എടുത്തിരിക്കുന്നുണ്ട്. അവിടെ ആരോ ജേണലൊക്കെ എഴുതുന്നുണ്ട്. അടിപൊളി. ആഹാ നല്ല കിടിലം ഈ കാഴ്ചയും കണ്ടിട്ട് ഈ തണുപ്പുള്ള ഗംഗയുടെ അടുത്ത് വേറെന്തേ വേണോ? വാവ്. നമ്മുടെ വാസന്തി പുതിയ മൂക്കൂത്തി വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ആ എങ്ങനെയുണ്ടെന്ന് കമന്റിൽ അറിയിച്ചേ. ആദ്യം കൊള്ളാമോ? ആ അപ്പൊ നമ്മൾ ഈ വഴിക്ക് പോകുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു കോഫി ഷോപ്പാട്ടോ. ഇവിടെ ഒരുപാട് പേസ്ട്രി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വല്ലതും ട്രൈ ചെയ്യാം കേട്ടോ.
നമ്മൾ ഈ ചോക്ലേറ്റ് ക്രോസോണില്ലേ നമ്മൾ വന്നപ്പോഴേ നോക്കി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഒന്നാണ് അവിടെ ബാക്കിയുള്ളത്. ഇവിടെ എപ്പോഴും ഈ ഒരു തിരക്കാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും സെറ്റാണ്. ആഹാ. കണ്ടില്ലേ നമ്മളുടെ ഈവനിങ് കോഫി എത്തിയിട്ടുണ്ട്. What do you want to say about this? Very beautiful coffee. Whenever we pass, the smell is so good, right? So aromatic, this cafe. നല്ല കിടിലൻ സ്മെല്ലും ആണ് കേട്ടോ. ഓ അടിപൊളി. അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് കാപ്പച്ചീനോ, പിന്നെ വിച്ച് ക്രോസോൺ വാസ് ദിസ്? ചോക്ലേറ്റ് ക്രോസോൺ. ആ അത് നമ്മുടെ ശംഖ്. അതെ ശംഖ് തന്നെ, ശംഖ്. ചൂടായി വരുമ്പോ സെറ്റാണ്. കണ്ടില്ലേ ഇവിടെ എപ്പോഴും തിരക്ക് നോക്കിയേ. ഇവിടെ ഏത് സമയത്തും തിരക്കാണ് കേട്ടോ. ഇതാണ് മോക്താൻ കഫേ എന്നാണ് ഇതിന്റെ പേര് കേട്ടോ. ആ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണ്ട. ഈ സാധനം ഇപ്പോൾ ബാക്കിയുള്ളൂ. നേരത്തെ വന്നു കഴിഞ്ഞാൽ അത് കിട്ടും. കണ്ടില്ല ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. സിന്നമൺ റോളും എല്ലാ തരത്തിലുള്ള കടികൾ എല്ലാത്തിനും പേസ്ട്രീസ്. യെസ് പേസ്ട്രീസും ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ കൃഷ്ണപ്രഭു നമുക്ക് തന്ന സാധനം എന്താന്ന് നോക്കിക്ക ഗിഫ്റ്റ് തന്നത്. So this is a very beautiful and special gift to these two beautiful souls. Yeah. And dancing Shiva. And this for you guys. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് സോ പ്രിറ്റി. ഇത് കണ്ടില്ല ഇതിന്റെ മുകളിൽ ഇങ്ങനെ സീക്വൻ വർക്കൊക്കെ ആയിട്ട് സംഭവം നല്ല കിഡിലൊരു ഇതാണ് കേട്ടോ. ഒരു ആർട്ട് വർക്ക് ആണ്. താങ്ക് യു സോ മച്ച് മാൻ. Best of luck for your future and your life. താങ്ക് യു. നമ്മളിതാ പോവാൻ ഇവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആൾ ഇതായിട്ട് വന്നതാണ്. ഓ താങ്ക് യു. നമ്മുടെ ട്രിപ്പ് ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളെ ട്രയൽ റൈഡ്. നമ്മളിപ്പോൾ ഇതാ നമ്മുടെ സൈക്കിൾസ് ഒക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ഡൽഹിയിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ പ്ലാൻ മാതിരി തന്നെ നമ്മൾ ഫരീദാബാദിൽ നിന്നും നമുക്ക് ഋഷികേശ് വരെ നമ്മുടെ സൈക്കിള് സാധനങ്ങളൊക്കെ എടുക്കണമെന്ന് നമുക്ക് നോക്കണ്ടേനോ. അതിനാണ് നമ്മൾ റൈഡ് ഇങ്ങോട്ട് വന്നത്, നമ്മുടെ ട്രയൽ റൈഡായിട്ട്. കാരണം നമ്മുടെ സെല് ചെയ്യുന്ന സാധനങ്ങളും എല്ലാം നമ്മുടെ ബാക്കിൽ സൈക്കിളിൻ്റെ ബാക്കിൽ വെച്ച് പോകാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയണ്ടേ. അത് നമുക്ക് നന്നായിട്ട് മനസ്സിലായി. നല്ല ഹെവിയാണ്. ഒരുപാട് സാധനങ്ങൾ നമുക്ക് മനസ്സിലായി. അപ്പം ഏകദേശം ഇപ്പോഴുള്ള ലഗേജിൻ്റെ ഒരു പകുതിയോളം വീണ്ടും കുറയ്ക്കേണ്ടി വരും. അപ്പം നമ്മളിപ്പം നേരെ നമ്മൾ ബസ് കാത്ത് നിൽക്കുകയാണ്. ഇവിടെ നേപ്പാളി ഫാം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പം ഋഷികേശിൽ നിന്ന് ഇവിടെ നിന്നാണ് ബസ്സല്ല. നമ്മൾ നേരെ ഡൽഹിയിലേക്ക് ഇട്ട് പോകും. പിന്നെ അവിടുന്ന് റൈഡ് ചെയ്തിട്ട് ഫരീദാബാദ്. അങ്ങനെ തിരിച്ച് ഫരീദാബാദ് എത്തിയിട്ട് നമ്മൾ 2 ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും റൈഡ് തുടങ്ങും. നമ്മളിവിടെ നിൽക്കുന്നത് നല്ല തണുപ്പാണ്. കാണാം നമ്മൾ ജാക്കറ്റും മുള്ളിൽ ഡ്രസ്സും ബാക്കിൽ ഫോറസ്റ്റ് ആണ്. നമ്മൾ ഇങ്ങനെ റൈഡ് ചെയ്യുന്നത്. ഇവിടെ നല്ല തണുപ്പ് കൂടി വരുന്ന സമയമാണ്. നിങ്ങൾക്ക് അറിയാലോ വിന്റേഴ്സ് ആണ്. അപ്പോൾ അടിപൊളി. നമ്മൾ ബസ്സിന് വേണ്ടി കാത്തിക്കാണ്. വാട്സ് ടൈം നൗ 9:19. 9:19 ആയിട്ടുള്ളൂ. നമുക്ക് 12:30 നമുക്ക് ബസ് വരുന്നത്. അപ്പം അതുവരെ നമ്മളിവിടെ ഒരു നമ്മളെ കസാര ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് നമ്മളിവിടെ ഇരിക്കും. കാരണം രാത്രി റൈഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സീനാവും. അപ്പം അടിപൊളി. ഋഷികേശ് എന്ന് പറഞ്ഞൊരു സ്ഥലം. ഓ മാൻ, നമ്മൾ നിങ്ങളൊക്കെ വരാണെങ്കിലും, കാരണം നമുക്ക് ആകെ ഒരാളെ മാത്രം പരിചയമുള്ളായിരുന്നു. ഇപ്പം ഫുൾ ഋഷികേശിൽ നമ്മളെ ഫ്രണ്ട്സാണ്. എത്ര അതും ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകൾ. ആദ്യമായിട്ട് യോഗയും ചെയ്ത് എനിക്ക് മനസ്സിലായി എൻ്റെ ഫ്ലെക്സിബിലിറ്റി വളരെ വട്ടപൂജയാണ്. ആദ്യം അറിയായിരുന്നു. അപ്പം നമ്മുടെ യോഗ ഇൻസ്ട്രക്ടർ വിപുൽ പറഞ്ഞത്, അയാൾ നമ്മളെ റാൻഡമായിട്ട് ഇൻവൈറ്റ് ചെയ്തതാണ്. അപ്പോൾ ആളിനോട് പറഞ്ഞത് മീൻസ് സൈക്ലിങ് പോലത്തെ ഒരു കണ്ടിന്യൂസ് എക്സസൈസ്, ഈ ജിമ്മ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് എന്താന്ന് പറയുക സ്റ്റിഫ്നെസ് ഉണ്ടാവും അത്രേ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഉപരി പറഞ്ഞു, അപ്പോൾ ഇത്രയും സൈക്കിൾ ചെയ്തതിനെ കൊണ്ടാണോ ആണല്ലോ എന്ന് മൂപ്പർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് സ്റ്റിഫ്നെസ് വന്നത്. ഐ എം ടു സ്റ്റിഫ് റൈറ്റ്. യെസ് ആൻഡ് ആ ഭയ്യ നമുക്ക് അതിനുള്ള സ്ട്രെച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നമ്മളെ സൈക്ലിംഗ് റൈഡ് നമ്മൾ അതും ഏർപ്പാടാക്കുന്നതായിരിക്കും. കാരണം മൂപ്പര് പറഞ്ഞ എൻ്റെ വീണ് മറ്റതും കഴിഞ്ഞ് കഴിഞ്ഞാൽ
പിന്നെ ഭയങ്കര പ്രശ്നമായിരിക്കും റിക്കവറിക്ക്. അപ്പോൾ നിങ്ങൾ ഫ്ലെക്സിബിൾ ആണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ആക്സിഡൻറ്റ് ഉണ്ടായാലും റിക്കവറി ഈസി ആയിട്ട് പറ്റും എന്നാണ് പറഞ്ഞത്. നമുക്ക് വേറൊരു കാര്യം മനസ്സിലായത്, നമ്മുടെ ടെൻറ്റും കഴിഞ്ഞ് നമ്മുടെ ടെൻറ്റിൻ്റെ കഥ തന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അവിടെ ആ പോളൊക്കെ ഒടിഞ്ഞത്. അപ്പം നമുക്ക് ടെൻറ്റും എല്ലാം നമുക്ക് മാറ്റണം. അപ്പം ഈ സംഭവങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക, നമുക്ക് ഈ യാത്രയിലൂടെയാണ് നമുക്ക് മനസ്സിലായത്. അടിപൊളി ഒരുപാട് ലെസൺസ് ആണ്. ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ യാത്ര ഇത് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും റൈഡിന് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങളെ ഫുൾ സെറ്റപ്പിൽ ഇട്ടിട്ട് നിങ്ങളൊരു 5-6 ദിവസം ഒരു റൈഡ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഒരു 2-3 ഒരു കുഞ്ഞ് റൈഡ് നിങ്ങൾ പോണ സെറ്റപ്പിൽ റൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയുണ്ട്, ഇതിൻ്റെ ഭാരം കൂടുതലാണോ കാര്യങ്ങളൊക്കെ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ എന്നൊക്കെ. അപ്പം ഇതും മനസ്സിൽ വെക്കാൻ മറക്കണ്ട. നമ്മുടെ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സിന് അത്ര വലിയ റെസ്പോൺസും നമുക്ക് ഋഷികേശിൽ കിട്ടിയില്ല എന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ. പക്ഷെ ഒരു സ്ഥലത്ത് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ബാക്കി സ്ഥലത്തൊന്നും അങ്ങനെ ആയിരിക്കണം എന്നില്ല. കാരണം നമുക്കറിയാലോ നമ്മുടെ പ്രൊഡക്ട്സിന്റെ വാല്യൂ കാര്യങ്ങളൊക്കെ വേറെ ആരെടുത്തും ഇത് കിട്ടില്ല. ഇവിടെ എൻലെസ് ഓപ്ഷൻസ് ഉണ്ടായതിനെ കൊണ്ടാണ് പിന്നെ ആൾക്കാർക്കൊന്നും സമയമില്ല. അപ്പോൾ അടിപൊളി, കുഴപ്പമില്ല. നമ്മൾ അടുത്ത സിറ്റിയിലൊക്കെ നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടേ പോവുള്ളൂ. നമ്മൾ ഫുൾ ഓൺ കോൺഫിഡൻസ് ആണ് നമുക്കുള്ളത്. അതെ. തിരിച്ച് നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഒടുക്കത്തെ പൊല്യൂഷനാണ്. ഇവിടെ എത്തിയ പാടിന ഒരു എന്താ പറയുക, ഒരു വൃത്തികെട്ട സ്മെല്ലാണ് കേട്ടോ. അയ്യോ, പക്ഷേ ഡൽഹി എത്തേണ്ടി വന്നു. ബാക്കി നമുക്ക് സാധനം സെറ്റ് ചെയ്തിട്ട് പോവാം. കണ്ടില്ലേ? ഏകദേശം സൺറൈസ് ആവാനായിട്ടുണ്ട്. നമുക്ക് ഇനിയും 10-25 കിലോമീറ്ററിന് മുകളിലുണ്ട്. നല്ല തണുപ്പാണ്. ഋഷികേശിന് അത്ര തണുപ്പില്ലെങ്കിലും നല്ല തണുപ്പുണ്ട്. ചില സ്ഥലത്തൊക്കെ എത്തുമ്പോൾ തണുപ്പ് നന്നായിട്ട് കൂടുന്നുണ്ട് കേട്ടോ. ഈ ഫോറസ്റ്റും ഈ മരങ്ങളൊക്കെ ഉള്ള ഏരിയ ഒക്കെ ആകുമ്പോൾ. അതേ തിരക്കില്ലാത്ത ഡൽഹി നിങ്ങൾ ഈ സമയത്താണ് കാണുക. തിരക്ക് പൂർണ്ണമായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് തിരക്ക് പറഞ്ഞ് ഡൽഹി ഈ സമയത്തൊക്കെ കാണാൻ പറ്റുള്ളൂ. ആളുകൾ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വർക്കിംഗ് ടവേഴ്സ് ആയി കഴിഞ്ഞാലേ പിന്നെ ഇവിടെ സൂചി കുത്താൻ ഇടം ഉണ്ടാവില്ല. ഇത് രാവിലെ നമ്മളെന്താ കണ്ടതെന്ന് കാണിച്ചു തരട്ടെ. ദോയ്ക്ക് രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. എത്ര ഈഗിൾസ് ആണ് ഇവിടെ ഉള്ളത്. ആഹാ, എന്ത് ഭംഗിയാണ്. So you're saying is pollution? Yes. കണ്ടില്ല, അവള് ഇവിടുത്തെ ആളാണ്. അപ്പൊ അവള് പറഞ്ഞ അവള് കേൾക്കേണ്ടി വരും. Look there, that's pollution. Yeah, this is of course it's pollution here. Yeah. കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ? Looks like the clouds have come down though. അപ്പൊ ഇത് കോടാണെന്ന് എനിക്ക് തോന്നുന്നത്. This might be that fog, right? പക്ഷെ ഒരു വൃത്തികെട്ട മണാണ് ത്രൂ ഔട്ട് ഒരു ഡൽഹിയിലെത്തി സമയം കൊണ്ട്. അവിടെ ഋഷികേശിനൊക്കെ ശ്വാസം അടിക്കുമ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് പോവാണ്. ഒരു ശ്വാസം എടുക്കാൻ തന്നെ പറ്റുന്നില്ല. ചത്തു പോകുന്നുള്ള പേടി കൊണ്ട് മാത്രം ശ്വാസം എടുക്കാണ്. അടിപൊളി. ഡൽഹിയിലുള്ളവർക്കും നോയിഡയിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, ഗുരുവായൂരുള്ളവർക്കൊക്കെ. നമ്മൾ നോയിഡ വഴിയാണ് തിരിച്ച് ഫരീദാബാദിലേക്ക് പോകുന്നത്. അപ്പം ഇത്രയും നല്ല വ്യൂ കണ്ടപ്പോൾ പിന്നെ നിർത്താണ്ട് നിൽക്കാൻ പറ്റുമോ? അടിപൊളി. ഇപ്പോഴാണ് ഒരു സമാധാനം. ഇതുവരെ എങ്ങനെ 35 കിലോമീറ്റർ ചവിട്ടുന്ന വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അടിപൊളി. ഇപ്പോഴാണ് ഒരു ആശ്വാസം. അപ്പം സൺറൈസ് ടൈം നമുക്ക് നോക്കാം എത്ര മണിയാണ്. 6:56. 6:56. കണ്ടില്ലേ, റോഡിൽ നല്ല തിരക്കായി. സ്കൂളിൽ പോണവരും പണിക്ക് പോണവരും എല്ലാത്തിൻ്റെയും രാവിലെ. നോക്കിയാൽ 2 റോഡിനും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? സൂര്യൻ ഉദിച്ചു. ഇവിടെ കാണാൻ പറ്റുന്നില്ലേ? Hello cyclist, where are you going? Where is the cyclist going? ഓക്കെ, ബൈ. കണ്ടില്ലേ, അങ്കിൾ ഓഫീസ് പോകണ ഇതിലാട്ടോ, സൈക്കിളിലാ. അതേ പോകുന്നു കണ്ടോ. ഈ ഗേവ് എ സർപ്രൈസ്, റൈറ്റ്? അങ്കിൾ നമ്മൾ സർപ്രൈസ് കൊടുത്തോടെ വന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അയ്യോ, അടിപൊളി. നമുക്ക് നല്ല ഉറക്ക് വരുന്നുണ്ട്. ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. സോ നമ്മളെ കണ്ണൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ തോന്നുന്നു. ഡൽഹിയിൽ നിന്ന് 4:30 മണി തുടങ്ങി. ഒക്കെ ടൈമൊക്കെ 9 മണിയായി. ഇത്രയും സമയം.
10 മിനിറ്റേ ഉള്ളൂ 9 മണിക്ക്. അപ്പോൾ നമ്മൾ ഇനി കിടന്നുറങ്ങും. ബാക്കി നമ്മുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിൽ കാണാം. നമുക്ക് പെട്ടെന്ന് തന്നെ റൈഡ് കൊടുക്കാം. ശരി, ബൈ. देखो कौन आ गया गुड मॉर्निंग Oregano, and also Veshikunu. Inneki Veshikunu.